ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അർച്ചനയെ സ്കാനിങ്ങിനായി കുഞ്ഞിൻ്റെ അച്ഛൻ കൊണ്ടുപോകുമെന്ന് അനൂപ് പറയുന്നുണ്ട്. എതിർക്കാൻ നോക്കിയിട്ടും അനൂപിൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നില്ല. എന്നിട്ട് അനൂപ് ഓഫീസിലേക്ക് പോകുന്നു. അർച്ചന ടെൻഷനോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര സച്ചേട്ടൻ വരുമോ? ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സേതുമാധവൻ. അരികിൽ മറ്റൊരു ഫയലുമായി അവന്തികയുമുണ്ട്. ചില ഫയലൊക്കെ അവന്തിക സേതുവിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് സേതു പറയുന്നു, ഈ ഫയലിന്റെ കാര്യം മോള് ധനുഷുമായി സംസാരിച്ചോ എന്ന്. ഇല്ല, സംസാരിക്കണം. പിന്നെ അച്ഛ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയുന്നത് അച്ഛൻ തെറ്റായ അർത്ഥത്തിൽ എടുക്കരുത്. ഇല്ല, മോള് പറഞ്ഞു എന്ന് സേതു. അവന്തിക പറയുന്നു, ധനുഷ് അവിടെ ഒട്ടും ഫിറ്റല്ല മാർക്കറ്റിംഗ് ഡിവിഷനിൽ. അവിടെ കാര്യങ്ങൾ വേണ്ടതുപോലെ നടക്കുന്നില്ല. അവിടുന്ന് ഉടൻ തന്നെ ചില നടപടികൾ എടുക്കേണ്ടി വരും. തൽക്കാലം അങ്ങനെ വലിയ വലിയ നടപടികൾ എടുക്കാൻ പോകണ്ട എന്ന് സേതു പറയുന്നു. ആ സമയത്താണ് സേതുവിന് ചായയുമായിട്ട് അനഘ വരുന്നത്. ധനുഷിനെ കൊണ്ട് മോള് കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യിപ്പിച്ചാൽ മതി എന്ന് സേതു പറയുന്നു. ചേച്ചി ധനുഷിനെ കുറ്റപ്പെടുന്നത് എന്തിനാ? ധനുഷിന്റെ ജോലി നല്ല വൃത്തിയായി ചെയ്യുന്നുണ്ട് എന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുന്നു, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. കമ്പനിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ആര് പറഞ്ഞു? ഞാൻ കേട്ടല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചി ഈ വീട്ടിലെ മരുമകളും ധനുഷ് ഈ വീട്ടിലെ മരുമകനുമാണ്. ചേച്ചിക്കുള്ള അതേ സ്ഥാനം തന്നെയാണ് അവനും ഈ വീട്ടിലുള്ളത്, അത് മറക്കണ്ട. ചായ കുടിച്ചിട്ട് സേതു പറയുന്നു, എന്തൊരു ചായ ഇത്? ആരായി ചായ ഉണ്ടാക്കിയത്? എനിക്ക് ചായക്ക് ഇത്രയ്ക്ക് മധുരം വേണ്ടെന്ന് അറിഞ്ഞൂടെ? ഇതിനാണെങ്കിൽ കടുപ്പം തീരെയില്ല. ഇതിന് ചായ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ സേതു ആ ചായക്ക് കുറ്റം പറയുന്നുണ്ട്. അപ്പോഴാണ് സച്ചിയും സന്ദീപും അവിടേക്ക് വരുന്നത്. അച്ഛൻ അങ്ങനെ തന്നെ വേണം. അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്തിട്ട് ഈ വീട് നന്നായിട്ട് ഭംഗിയായിട്ട് നടത്തിയ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, അർച്ചന എടുത്തി. അച്ഛൻ ഒറ്റ ഒരാൾ കാരണമാണ് എടുത്തി ഈ വീട് വിട്ടു പോയത്. അച്ഛൻ വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാം ഒഴിവാക്കാമായിരുന്നു. അവന്തിക പറയുന്നു, അച്ഛൻ സ്വന്തമായിട്ടെടുത്ത തീരുമാനത്തിന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? ഇരിക്കേട്ട് സച്ചി പറയുന്നു, അല്ലെങ്കിൽ മൂദേവി വാഴുന്ന സ്ഥലത്ത് ശ്രീദേവി വാഴില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇരിക്കേട്ട് അവന്തിക പറയുന്നു, സച്ചി പറഞ്ഞത് കേട്ടില്ലേച്ചാ, ഞാൻ മൂദേവിയാണെന്ന്. ശ്രീദേവി വാഴണമെന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു നിലവിളക്ക് കൊളുത്തണം. എന്നും അർച്ചന അത് ചെയ്യുമായിരുന്നു. അർച്ചന ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തിയോ? സേതു പറയുന്നു, അർച്ചന ഇവിടെ ഇല്ലെങ്കിൽ എന്താ? അനഘയും ആതിരയും സ്നേഹയും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, അവരാരെങ്കിലും കത്തിച്ചാ പോരെ? അവന്തിക പറയുന്നു, നാളെ മുതൽ ഞാൻ രാവിലെ പൂജാമുറിയിൽ കയറി വിളക്ക് കത്തിച്ചോളാം. സന്ദീപ് പറയുന്നു, ബെസ്റ്റ്. അതിലും ഭേദം ആ പൂജാമുറി അടച്ചിടുന്നതാ. ഇനി ആരത് ചെയ്താലും പഴയ ഐശ്വര്യം തിരിച്ചു വരത്തില്ല. അത് വരണമെന്നുണ്ടെങ്കിൽ അർച്ചന തിരിച്ചു വരണം, അല്ലെങ്കിൽ മരിച്ചുപോയ ഞങ്ങളുടെ അമ്മ തന്നെ വന്ന് നിലവിളക്ക് കൊളുത്തണം എന്ന് സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നു, പിന്നെ ഏട്ടാ, ഇത് രണ്ടും ഇനി ഈ വീട്ടിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഏട്ടൻ വന്നേ, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും സന്ദീപും അവിടെ നിന്ന് പോയി. തുടർന്ന് സച്ചിയോട് പോകാം എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് അർച്ചന ഒരുക്കുന്നത്. അപ്പോഴേക്കും ആവണി മുറിയിലേക്ക് വന്നു. ആൻറ്റി, സച്ചിയങ്ങളാണോ ആൻറ്റിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? സച്ചിയങ്ങൾ ഇപ്പോൾ വരുമോ എന്ന് ചോദിക്കുന്നു. സച്ചിയങ്ങൾ വരുമെന്നാ നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. വരുമോ വരത്തില്ലയോ എന്ന് ആർക്കറിയാം? അതെന്താ ആൻറ്റിക്ക് അറിയാത്തത്? നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണോ എന്ന് ആവണി ചോദിക്കുന്നുണ്ട്. എൻ്റെ അറിയണം ഈ കാന്താരിക്ക് എന്ന് അർച്ചന ചിരിച്ചുകൊണ്ട് പറയുന്നു. അല്ലെങ്കിൽ തന്നെ ആൻറ്റി ഒന്ന് വിളിച്ചാൽ പോരെ, അങ്കിള് ഓടിയെത്തില്ലേ എന്നാവണി. അയ്യോ, ചിലപ്പോൾ എന്നെ കടിച്ചു തിന്നുകളയുമെന്ന് അർച്ചന പറയുമ്പോൾ ആവണി പറയുന്നു, അത്രയ്ക്ക് ദേഷ്യമാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആൻറ്റി, കുരുത്തം കെട്ട വല്ല ചോദ്യമാണോ എന്ന് അർച്ചന. ഈ സ്കാനിങ് ചെയ്യുമ്പോൾ ആൻറ്റിയുടെ വയറ്റിലുള്ളത് മോൻ വാവയാണോ മോൾ വാവയാണോ എന്ന് അറിയാൻ പറ്റുമോ? അർച്ചന ചോദിക്കുന്നു. ആവണി മോൾക്ക് ആരെയാണ് വേണ്ടതെന്ന്. മോൻ വേണോ മോള് വേണോ? ആവണി പറയുന്നു, ഞാൻ ഈ വീട്ടിലെ മോളല്ലേ, ഇവിടെ തൊട്ടിലിൽ കിടക്കുന്നതും മോളല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടത് സച്ചി അങ്കിളിനെ പോലെ നല്ല സുന്ദരൻ കുട്ടനായ ഒരു മോൻവാവയാണ്. അമ്പടി ഭയങ്കരി, ഇനിയാള് കൊള്ളാലോ. പക്ഷേ സച്ചിയേട്ടന് ഇഷ്ടം മോൾവാവയാണ്. അങ്ങനെ അങ്കിള് പറഞ്ഞോ, ഞാനും കൂടി ഹോസ്പിറ്റലിലേക്ക് വരട്ടെ എന്നാവണി. സ്കാനിങ് ചെയ്യുമ്പോൾ കുഞ്ഞുവാവയെ കാണാൻ അർച്ചന പറയുന്നു, മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞിരുന്ന്? ആവണി പറയുന്നു, എൻ്റെ ഫ്രണ്ട് കസ്തൂരിയാണ്. അവളുടെ ചേച്ചി ഗർഭിണിയായിരുന്നപ്പോൾ അവൾ പറഞ്ഞല്ലോ അതൊരു മോൻവാവയാണെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു. അപ്പോഴേക്കും പുറത്ത് ഒരു ഹോണടി ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുകയാണ് ആവണി. സച്ചി കാറിൽ നിന്നും ഇറങ്ങി ആ ഗേറ്റിന്റെ അവിടെ തന്നെ നിൽക്കാണ്. ദേ സച്ചിയങ്ങൾ വന്നു എന്ന് ആവണി. പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ആവണി. സച്ചിയെ നോക്കുകയാണ് അർച്ചന ജനാലയിലൂടെ. ആള് വലിയ ഗൗരവത്തിലാണല്ലോ എന്ന് അർച്ചന ചിന്തിക്കുന്നു. അങ്കിളെ എന്ന് പറഞ്ഞ് ആവണി പുറത്തേക്ക് ഇറങ്ങുകയാണ്. കമല ഇത് കാണുന്നു. ഇതെന്താ വണ്ടി അവിടെ ഇട്ടത്?
എന്നെ കമല വിചാരിക്കുന്നു. അങ്കിള് വണ്ടി ഗേറ്റിനകത്ത് കയറ്റാത്തത് എന്താണെന്ന് ആവണി സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, ഈ വണ്ടി ഇപ്പോൾ ഗേറ്റിനകത്ത് കയറില്ല, അതിന് പ്രത്യേക പാസൊക്കെ വേണം. പാസോ? എന്ത് പാസ് എന്നാവണി? ദാ ഇതിന് അകത്തോട്ട് അങ്കിളിന് നിരോധന മേഖലയുള്ള ഏരിയയാണ്. അത് ലംഘിച്ച് അകത്തേക്ക് കയറിയാൽ ലാത്തി ചാർജ് ഉണ്ടാകും, ചിലപ്പോൾ തല്ല് കിട്ടിയെന്നും വരും. എനിക്ക് സച്ചി സംസാരിക്കുന്നത് കമലയും അർച്ചനയും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്കിൾ അകത്തേക്കില്ല എന്നും പറഞ്ഞു. മോള് പോയി മോളുടെ മേഡം അർച്ചന ആൻറ്റിയോട് പറയേ കൊണ്ടുപോകാൻ ഡ്രൈവർ വന്നിട്ടുണ്ടെന്ന്. അർച്ചന വിചാരിക്കുന്നു, ഓഹോ അത് ശരി, അപ്പോൾ എനിക്കുള്ള പണിയുമായിട്ട് ഇറങ്ങിയതാണ്. അങ്കിളെ, എനിക്കൊരു റെക്കമെൻഡേഷൻ ഉണ്ട്. ഞാൻ ആൻറ്റിയോട് സംസാരിച്ചു. അർച്ചന ആൻറ്റിയുടെ വയറ്റിൽ നിന്ന് എനിക്ക് ഒരു ആൺബേബിയെ തരാൻ ആ ഡോക്ടറോട് ഒന്ന് പറയാമോ? കമലയും പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. സച്ചിയുടെ അരികിലേക്ക് വരുന്നു. എന്തൊക്കെയാ ഈ പറയുന്നത്? മോള് ആൻറ്റിയെ പോയി വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് കമല പറഞ്ഞയക്കുന്നുണ്ട് ആവണിയെ. മോനെന്താ ഇവിടെ നിന്നത്, അകത്തേക്ക് വരുന്നില്ല എന്ന് കമല ചോദിക്കുന്നുണ്ട് സച്ചിയോട്. ഇല്ലമ്മേ, ഞാൻ അകത്തേക്ക് വരുന്നില്ല. ഇവിടെ ചിലർ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഡ്രൈവർ പോസ്റ്റാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു. എന്റെ ഡ്യൂട്ടി കഴിയുന്നു, ഞാൻ തിരിച്ചു പോകുന്നു. പക്ഷെ ഇതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നെ സച്ചി പറയുമ്പോൾ കമല പറയുന്നു, അത് കൊള്ളാം, ഇതിപ്പോ കൊച്ചുപിള്ളേരെ പോലെ പിണങ്ങല്ലേ. അമ്മ മോനെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, വന്നേ എന്ന് പറയുമ്പോൾ സച്ചി വീണ്ടും പറയുന്നു, അയ്യോ വേണ്ടേ, ഞാനെങ്ങാനും നിയമലംഘനം നടത്തി അകത്ത് വന്നിട്ട് പുട്ടും കടലയും കഴിച്ചെന്റെ കേന്ദ്രത്തിൽ അറിഞ്ഞാൽ ചിലപ്പോൾ എന്റെ തല വെട്ടിക്കളയും. എന്നാ പിന്നെ ഒരു ഗ്ലാസ് ചായയെങ്കിലും എന്നെ കമല പറയുന്നുണ്ട്. അപ്പോഴേക്കും മീര ചായയുമായി വരുന്നു. മീരച്ചി, ആ ചായ ഇങ്ങോട്ട് തന്നാൽ മതി, ഞാൻ ഇവിടെ നിന്ന് കുടിച്ചോളാം എന്ന് സച്ചി പറയുന്നു. അവൾ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു എന്ന് കരുതി മോനത് കാര്യമാക്കണ്ട, അകത്തേക്ക് വന്നേ എന്ന് കമല പറയുന്നുണ്ട്. വിരോധ ആന്റിയുടെ സമയം കഴിയട്ടെ, അപ്പോൾ തിരിച്ചു വരാം. പിന്നെ ചായ വാങ്ങി കുടിക്കുന്നു. എന്നും ഇവിടെ നിന്ന് ചായ കുടിക്കാനാണോ പരിപാടി എന്ന് മീര ചോദിക്കുന്നു. സമരം ഒത്തുതീർപ്പാക്കുന്നത് വരെ ഇത് തന്നെ പറ്റൂ എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും കുഞ്ഞുമായി ഉമ്മറത്തുവരെ നിൽക്കുകയാണ് അർച്ചന. സച്ചി അർച്ചനയെ കാണുന്നു. നല്ല ചൂടാണ്. അർച്ചനയെ നോക്കി ചായ കുടിച്ചതിനാൽ ചുണ്ടൊന്ന് പൊള്ളി. പിന്നെ പതിയെ സച്ചി ചായ കുടിച്ചിട്ട് കപ്പ് തിരിച്ചു കൊടുക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ചായ കുടിച്ചെന്ന് ചിലർ അറിയണ്ട എന്ന് സച്ചി പറയുന്നു. അമ്മേ, മോളെ പിടിക്ക്, ഞാൻ പോയിട്ട് വരാമെന്ന് അർച്ചന പറയുന്നുണ്ട്. കുഞ്ഞിനെ കമല എടുത്തു. സച്ചിയും കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. എന്നെ ഒന്ന് നോക്കുന്നത് പോലും ഇല്ലല്ലോ, മോളോടുള്ള കൊഞ്ചല് കണ്ടില്ലേ എന്ന് അർച്ചന വിചാരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിനെ കമല വാങ്ങി. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുന്നു. അർച്ചന വന്ന് ഫ്രണ്ട് സീറ്റിൽ കയറാൻ തുടങ്ങിയതായിരുന്നു. എന്നാൽ സച്ചി പെട്ടെന്ന് വന്ന് ആ ഡോർ അങ്ങ് അടച്ചു. എന്നിട്ട് ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. അതെന്താ മോനെ, അവക്ക് മുന്നേ ഇരുന്നൂടെ എന്ന് കമല ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, ഇന്ന് ഡ്രൈവറാണമ്മേ. അത് അർച്ചനയ്ക്ക് വല്ലാത്ത ഒരു ഇൻസൾട്ടായി പോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തൊരു ഗമയാ കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്ന് അർച്ചന വിചാരിക്കുന്നു. പിന്നെ സച്ചി കാറിലേക്ക് കയറി, അർച്ചനയും കയറി. അവർ പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. എന്നോട് ദേഷ്യമാണോ എന്ന് അർച്ചന ചോദിച്ചു. സച്ചിയുടെ അരികിലേക്ക് ചേർന്നിരുന്നിട്ട് അർച്ചന സച്ചിയുടെ തോളിൽ നിന്ന് പിടിച്ചപ്പോൾ പെട്ടെന്ന് തോള് മാറ്റുകയാണ് സച്ചി. സച്ചിയേട്ട എന്ന് വിളിക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല. വണ്ടി നിർത്താൻ എനിക്ക് അർച്ചന പറയുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയില്ലല്ലോ മാഡം എന്ന് സച്ചി പറയുന്നു. മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് സച്ചി ചോദിക്കുന്നു. ദേ, വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ നിന്നെടുത്ത് ചാടുമെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ ഇപ്പോൾ റോഡരികിൽ വണ്ടി നിർത്തുകയാണ് സച്ചി. പെട്ടെന്ന് അർച്ചന കാറിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുകയാണ് അർച്ചന. ഇനി വിട്ടോ എന്ന് അർച്ചന പറയുന്നു. അങ്ങനെ സച്ചി വണ്ടിയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ എന്നെ അർച്ചന ചോദിക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ സച്ചിയുടെ കൈകളിലേക്ക് പിടിക്കുകയാണ് അർച്ചന. സച്ചി പെട്ടെന്ന് കൈ എടുത്തു മാറ്റി. വിഷമത്തോടെ ഇരിക്കുകയാണ് അർച്ചനയും. അർച്ചന വിഷമത്തോടെ മുഖം തിരിച്ചിരിക്കുന്നു. ഇത് സച്ചി കണ്ടിട്ട് സച്ചിക്കും സങ്കടമാകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മീര അവന്തികയെ വിളിച്ചറിയിച്ചു. അത് ശരി, അപ്പോൾ അവർ തമ്മിലുള്ള പിണക്കം വെറും അഭിനയമായിരുന്നല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. പ്രസവം കഴിഞ്ഞാൽ ഉടൻ തന്നെ അർച്ചന നെല്ലിശ്ശേരിയിൽ തന്നെ തിരിച്ചു വരുമെന്നും എനിക്ക് വേറൊരു സർപ്രൈസും കൂടി പറയാനുണ്ടെന്നും മീര പറയുന്നു. ഇതുപോലെ വല്ലതുമാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മീര പറയുന്നു, അല്ല, അടുത്ത ദിവസം എൻ്റെയും അനൂപേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഒരു ആശംസകൾ നേരുകയാണ് അവന്തിക. അങ്ങനെ ആശംസ മാത്രം നേർന്നാൽ പോരാ, എൻ്റെ ഗസ്റ്റായിട്ട് അവന്തിക ഇങ്ങോട്ട് വരണം. എന്താ, വരുന്നതിൽ വിരോധമുണ്ടോ എന്ന് മീര ചോദിക്കുന്നു. ഒരു വിരോധമില്ല. തോറ്റു നിൽക്കുന്ന അർച്ചനയെ കാണാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ലല്ലോ. ഞാൻ തീർച്ചയായിട്ടും വരും. അപ്പോൾ ശരി, വിളിക്കാമെന്ന് അവന്തിക. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ഡോക്ടറിന്റെ മുന്നിലിരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു ഡോക്ടറാണ് അവരെ ചികിത്സിക്കുന്നത്. ഡോക്ടർ ഇഷാന വിദേശത്തേക്ക് പോയിട്ടുണ്ട്. എന്നാലും കാര്യങ്ങളൊക്കെ ഈ ഡോക്ടറോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. സ്കാൻ ചെയ്തതിന് ശേഷം പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ പൊസിഷൻ പ്രോബ്ലം ആണെന്ന്.
തല അല്പം മുകളിലേക്കാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് സച്ചിയും അർച്ചനയും. തല താഴേക്ക് വരാനുള്ള സമയം കഴിഞ്ഞു. ചിലപ്പോൾ ഒരു 36 വീക്സ് വരെ ഇങ്ങനെ ഇരിക്കും. അതിനുശേഷവും കുട്ടിയുടെ തല താഴേക്ക് വന്നില്ലെങ്കിൽ നോർമൽ ഡെലിവറി പോസിബിൾ ആയെന്ന് വരത്തില്ല എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. ടെസ്റ്റുകളിൽ എല്ലാം പ്രോബ്ലമാണ്. എൻ്റെ പറ്റി ഡോക്ടർ ഇഷാന പറഞ്ഞതുപോലെയുള്ള ഡയറ്റും റെസ്റ്റും ഒന്നും ചെയ്യുന്നില്ലേ? സച്ചി പറയുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ പൂർണ്ണസമയവും റെസ്റ്റിൽ തന്നെയായിരുന്നു. അർച്ചന ഒന്നും പറയാത്തത് എന്താണെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ BP ഹൈ ആണ്. എന്ത് പറ്റി BP ഇത്ര ഹൈ ആവാൻ? ഇത് കൺട്രോൾ ചെയ്തേ പറ്റൂ. എന്താ ഇത്രയ്ക്ക് വലിയ ടെൻഷൻ? തൽക്കാലം BP കുറയ്ക്കാനുള്ള ടാബ്ലറ്റ് ഞാൻ തരാം. അതെല്ലാം ദിവസം ഓരോന്ന് കഴിക്കണം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. അതിന് സച്ചി എപ്പോഴും കൂടെ ഉണ്ടാവണം. സച്ചി പറയുന്നു. 24 മണിക്കൂറും ഞാൻ കൂടെ തന്നെയുണ്ട് മാഡം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. ഇതുവരെ സംഭവിച്ച ഹൈപ്പർ ടെൻഷനും സ്ട്രെസ്സും കൊണ്ടാണ് ഡെലിവറിക്ക് ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടായത്. ഇനിയെങ്കിലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തേ പറ്റും. വീട്ടിൽ അത് സാധിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇവിടെ അഡ്മിറ്റ് ആക്കാം. എൻ്റെ പറയുന്നു എന്ന് ചോദിക്കുന്നു. വേണ്ട ഡോക്ടർ, ഞാൻ റെസ്റ്റ് എടുത്തോളാം എന്ന് അർച്ചന. എനിക്ക് അർച്ചനയുടെ ഉറപ്പ് മാത്രം പോരാ. ഈ കാര്യത്തിൽ സച്ചിയാണ് എനിക്ക് വാക്ക് തരേണ്ടത്. ഇത് പറയുമ്പോൾ സച്ചി അർച്ചനയെ ഒന്ന് നോക്കുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് സച്ചി. പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഡെലിവറി മാത്രമല്ല കുഞ്ഞിൻ്റെ ലൈഫ് തന്നെ പ്രോബ്ലം ആകും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. മനസ്സിലായെന്ന് അർച്ചന സച്ചിയെ നോക്കുമ്പോൾ സച്ചി അർച്ചനയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.